പാടൂർ ഇടിയഞ്ചിറയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നിർമ്മിച്ച താൽക്കാലിക വളയം ബണ്ട് പൊട്ടി. പുലർച്ചെയുണ്ടായ വേലിയേറ്റത്തിലാണ് റെഗുലേറ്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ താൽക്കാലിക ബണ്ട് പൊട്ടിയത്. ബണ്ട് പൊട്ടിയതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കനാലിൽ നിർത്തിയിട്ടിരുന്ന JCB അടക്കമുള്ള യന്ത്രസാമഗ്രികൾ വെള്ളത്തിലായി. 20 മീറ്ററോളം നീളത്തിൽ താൽക്കാലിക ബണ്ട് തകർന്ന് മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ട്. റെഗുലേറ്ററിന്റെ നവീകരണ പ്രവൃത്തികൾ മഴയ്ക്ക് മുൻപായി പൂർത്തിയാക്കുവാൻ ശ്രമിക്കുന്നതിനിടെ ബണ്ട് തകർന്നത് കർഷകരെയും പരിസരവാസികളെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. MLAയും ഉദ്യോഗസ്ഥരും അടിയന്തരമായി ഇടപെട്ട് റെഗുലേറ്റർ നവീകരണം മഴയ്ക്ക് മുൻപ് പൂർത്തിയാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് നേതാവുമായ ഷെരീഫ് ചിറക്കൽ ആവശ്യപ്പെട്ടു. ഇത്രയും പൈസകളും ചെലവഴിച്ച് ഇവിടെ ആഴം കൂട്ടി വെള്ളം വറ്റിച്ച് ആഴം കൂട്ടി ഉണ്ടാക്കിയ ഈ സംവിധാനം ഒക്കെ താറുമാറായിരിക്കണം. ഇവരെടുത്ത വർക്കുകൾ ഒക്കെ ഇനി രണ്ടാമത് ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഇത്തരം വെള്ളത്തിനെ സ്ട്രോങ് ആക്കി സാധാരണ തടുക്കുന്ന നിലയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ അതിൻ്റെ ഇത് വെച്ച് നല്ല ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. അത് ചെയ്യാത്തതാണ് ഈ സംഭവിക്കാനുള്ള കാരണം. 5.43 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് ഇടിയഞ്ചിറയിൽ പുരോഗമിച്ചിരുന്നത്. റെഗുലേറ്ററിന്റെ ഇരുഭാഗങ്ങളിലും താൽക്കാലിക വളയം കെട്ട് നിർമ്മിച്ച് ചുറ്റുമുള്ള വെള്ളം വറ്റിക്കുകയും JCB ഉപയോഗിച്ച് തൂണുകൾക്കിടയിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും റെഗുലേറ്ററിന്റെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്തും തൂണുകളിലെ പഴയ കോൺക്രീറ്റ് പൊളിച്ചു മാറ്റി ബലപ്പെടുത്തിയുമാണ് പുതിയ ഷട്ടർ സ്ഥാപിക്കുക. നാട്ടുകാർ പലതവണ നൽകിയ മുന്നറിയിപ്പ് പരിഗണിക്കാതിരുന്നതും നിർമ്മാണത്തിലെ അശാസ്ത്രീയതയുമാണ് താൽക്കാലിക ബണ്ട് തകരാൻ കാരണമെന്ന് നാട്ടുകാരനായ രമേശ് പറയുന്നു. സപ്പോർട്ട് ഇവർ കെട്ടായിരുന്നു, അതിനുള്ള മണ്ണ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇവർക്ക് സത്യത്തിലെന്ന് ഞാൻ പറയണമെങ്കിൽ ഈ ബംഗാളികളാണ് കെട്ടണം. അവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയണില്ല. ഇവിടെ എത്ര വേലിയേറ്റം വരും, ഇവിടെ എത്ര പ്രശ്നങ്ങൾ വരും എന്ന് പറയണില്ല. നാട്ടുകാർ പറഞ്ഞാലോട്ട് അവർ കേൾക്കില്ല. അവരിതിന് കെട്ടിപ്പോകുന്നു. പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റതില്ല. സൂചന ആദ്യം അവർക്ക് കിട്ടിയുള്ളതാണ്. അപ്പോൾ ഈ വെള്ളം പറ്റിയ നിലയ്ക്ക് ഇത്രയും വെള്ളം പുറത്ത് പടിഞ്ഞാറ് ഭാഗത്ത് ലോഡാകുമ്പോൾ അവർക്ക് ഈ സൈഡ് കൂടെ ഒരു കെട്ട് കെട്ടിയിട്ട് ഈ ഒരു പിള്ളക്കെട്ട് സപ്പോർട്ട് കെട്ടിയിട്ട് ഇതിലുള്ള മണ്ണ് തന്നെ കയറ്റിയിട്ടാണെങ്കിൽ ഇത് സംഭവിച്ചിരുന്നില്ല. വാഴാനി ഡാമിൽ നിന്നും ഒഴുകിവരുന്ന അധിക ജലം പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത് ഇടിയഞ്ചിറ റെഗുലേറ്റർ വഴിയാണ്. കിഴക്കൻ മേഖലയിലെ അതിവിശാലമായ പാടശേഖരങ്ങളിലേക്കും തീരദേശ മേഖലയിലെ ശുദ്ധജല സ്രോതസ്സുകളിലേക്കും കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണികളിലേക്കും വെള്ളമെത്തിക്കുന്നതും പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറാതെ സംരക്ഷിക്കേണ്ടതും ഇടിയഞ്ചിറ റെഗുലേറ്റർ നിയന്ത്രിച്ചുകൊണ്ട് വേണം. മഴയ്ക്ക് മുമ്പായി ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണം പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് കർഷകരും പ്രദേശവാസികളും. TCV ന്യൂസ്, പാവർട്ടി.